ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാ വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. പരിശുദ്ധമായ ഖുർആനെ കുറിച്ച് നിനക്കറിയാഞ്ഞിട്ടാ, അല്ലാഹുവിന്റെ ഖുർആനെ കുറിച്ച് നീ പഠിക്കാഞ്ഞിട്ടാ. എടാ പൊന്നുമോനെ, ഏത് മാരക രോഗവും മാറ്റാൻ ഖുർആൻ മരുന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഏത് മാരക രോഗവും മാറാൻ ഖുർആനിൽ ശിഫാഇന്റെ 7 ആയത്തുണ്ട്. ഓതി വെള്ളത്തിൽ ഊതി കൂടി ഒരിടത്തും പോണ്ട. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ 7 ആയത്ത്, ശിഫാഇന്റെ ആയത്ത് ഉസ്താദന്മാരോട് ചോദിക്ക്. ഖുർആനിൽ ശിഫാഇന്റെ ആയത്തുണ്ട്. ഈ ആയത്ത് ആദ്യം വെള്ളത്തിൽ ഊതിയിട്ട് കൂടി ആശുപത്രി പിന്നപ്പോ നിന്റെ ഏത് രോഗവും മാറും. നിന്റെ ഏത് രോഗവും മാറും. വീട് വേണോ? നിനക്ക് വീട് വേണോ? സ്വന്തമായിട്ട് വീട് വേണോ? ഖുർആനിൽ ആയത്തുണ്ടടാ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തുണ്ട്, ലീലാഫി ഖുറൈശിൻ നീലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്. എടുത്തു വെച്ച് ഓതു മക്കളെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വർഗം കിട്ടാനുള്ള ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം. സമയം 12 മണിയായി. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് വന്നാൽ നമുക്കൊന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ ആത്മാർത്ഥമായി ദുആ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എഴുന്നേറ്റ് വന്നേ. ബിസ്മില്ലാ. വാ, എന്താ എഴുന്നേറ്റ് വാ. അൽഹംദുലില്ലാ. എല്ലാവരും കയറിക്കതു. വാ, ഇനി കുറച്ചു നേരം നിൽക്കാം. ഞാൻ സുഖമില്ലാതെ ഇത്രയും നേരം നിന്ന്, ഇനി നിങ്ങൾ നിൽക്കുക. വാ, ഇങ്ങ് കയറിക്കോ. ഇങ്ങ് പാടച്ചങ്ങായി VIP കയറിക്കോ. എല്ലാവരും കയറിക്കോ. അപ്പുറത്ത് താട്ട് എല്ലാവരും താഴെ ഇറങ്ങി നമുക്കോട്ട് കയറി. പെട്ടെന്ന് ദുആ ചെയ്യാം. നല്ല തണുപ്പുണ്ട് കേട്ടാ, നല്ല മഞ്ഞുണ്ട്. സഹോദരിമാരൊക്കെ എഴുന്നേറ്റ് വാ. അൽഹംദുലില്ലാ. പെട്ടെന്ന് അവിടെ നിൽക്കണ്ട. പോയരെ പൊക്കോ, വീട്ടിൽ പൊക്കോ. സുല്ല പോ, അവിടെ നിൽക്കണ്ട. ഒന്ന് ഇങ്ങ് വാ, ഇല്ലെങ്കിൽ പോ. പെട്ടെന്ന് പൊക്കോളി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. സ്വലാത്തു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്തിനു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ എല്ലാം ഇറങ്ങി പോകണ്ട. എന്താ അനുസരണം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നിങ്ങൾ ആലോചിക്കേ. എടാ, ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സമയമായി സമയം. എല്ലാത്തിനും കൂടെ ഇവിടെ നിന്ന് അടിച്ചിറക്കാനുള്ള പരിപാടി. ഞങ്ങളിപ്പോൾ കേരളത്തിലേക്കാണെങ്കിൽ ഇത്തിരി സമാധാനം ഉണ്ട് കേട്ടോ. അവിടെ ആകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ ഈ ഫ്ലൈറ്റ് ഒന്ന് നിർത്തണം മോനെ, പേടിയാവണം. തലവെല്ലാം വീഴുമോ? ഒന്നാമത് എയർപോർട്ടിലൊക്കെ കളിപ്പാട്ടം കൊണ്ടുവെക്കണ കാലമല്ലേ എവിടെ എങ്ങടൊക്കെ. ശരി, നമ്മളാരെങ്കിലും വെച്ച തീവ്രവാദി, അവർ വെച്ച ഭ്രാന്തൻ, കുഴപ്പമില്ല. കാലം പോയ പോക്കെ. എന്താ മക്കളുടെ പാടാ? കയറി വാ. അൽഹംദുലില്ലാ. ഇല്ല, ഇങ്ങോട്ട് പോ. ഒന്നീ പോ. ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിൽ സഈർ. ഒന്നീ സ്വർഗത്തിൽ കയറ്, അല്ലെങ്കിൽ പോ. ആ നിൽക്കണ ചങ്ങായിമാരോട് ഒന്നീ സ്വർഗത്തിൽ കയറില്ല, പോയ രസമില്ല, പൊക്കോ. അൽഹംദുലില്ലാ, സന്തോഷം. എനിക്ക് ആമീൻ പറയുമ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെട്ടവർ മാത്രം മതി. അഹങ്കാരികളുടെ ആമീൻ അള്ളാഹിക്ക് വേണ്ട. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അഹങ്കാരികളുടെ ആമീൻ അള്ളാഹിക്ക് വേണോ ചങ്ങാതി? വേണ്ട. അഹങ്കാരിയുടെ ദുആ അള്ളാഹ് സ്വീകരിക്കൂല. അതുകൊണ്ട് ഒന്നീ സ്വർഗത്തിൽ കയറല്ലേ പോ. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഞാൻ കുറച്ച് ഇൽമു പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഹയാത്താക്ക് അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ താത്തമാരൊക്കെ എഴുന്നേറ്റാ. ഇത്രയും നേരം ഞാൻ നിന്ന്, ഇനി ഒരു 10 മിനിറ്റ് നിങ്ങൾ നിൽക്കും. ഒറ്റൊരെണ്ണം ഇരിക്കരുത്, എഴുന്നേറ്റ് നിന്നോ. ഇനിയിപ്പോൾ പഞ്ചായത്തിലും വില്ലേജിലൊക്കെ പോകാനുള്ളതാ. പഞ്ചായത്തിലും വില്ലേജിലൊക്കെ പോകാനുള്ളതല്ലേ രേഖയും തപ്പിയിട്ട്. ഇപ്പം നിന്ന് പഠിച്ചോ ഇൻഷാ അല്ലാഹ്. അള്ളാഹു ആഫിയത്ത് ആരോഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരൻ, എന്താ അപ്പം അവിടെ കുറേ ചങ്ങായിമാർ നിൽക്കണേ? ആ സ്ക്രീനൊക്കെ ഓഫാക്കടാ ചങ്ങാതി. നീ ആ സ്ക്രീൻ്റെ ആൾ, ആ സ്ക്രീൻ അങ്ങ് ഓഫാക്കിയാലേ.